എറണാകുളം ജില്ലയിലെ UDF ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയ്ക്ക് വാടക ഇനത്തിൽ പിരിഞ്ഞു കിട്ടാനുള്ളത് കോടിക്കണക്കിന് രൂപ. 1 കോടിയിലധികം രൂപ വാടക കുടിശ്ശികയുള്ള സ്ഥാപനങ്ങൾ പോലും തുറന്നു പ്രവർത്തിക്കുന്നത് സെക്രട്ടറിയുടെ വിവേചനാധികാരത്തിൽ. വിവരാവകാശ രേഖയിലാണ് നഗരസഭയുടെ വിശദീകരണം. UDF ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് വാടക ഇനത്തിൽ നഗരസഭയ്ക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത്. 10ഓളം ഉടമകളുടെ പേരിലായി 20 കടമുറികളാണ് വാടക കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. 1.37 കോടിയിലധികം രൂപയാണ് മാർച്ച് 31 വരെ ഇവർ വാടക ഇനത്തിൽ നൽകാനുള്ളത്. 1 ലക്ഷം മുതൽ 1 കോടിയിലധികം രൂപ വരെ കുടിശ്ശിക വരുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ പട്ടികയിലുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ രേഖയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കുടിശ്ശിക പിരിച്ചെടുക്കാതെ നഗരസഭയ്ക്ക് നഷ്ടമുണ്ടാക്കുന്ന നടപടികളാണ് നഗരസഭാ സെക്രട്ടറിയുടേതെന്നും രാജു വാഴക്കാല പറഞ്ഞു. കോടികൾ കുടിശ്ശിക വരുത്തിയെന്ന് അടച്ചുപൂട്ടിയതാണ്. വീണ്ടും പല കടകളും തുറന്നു പ്രവർത്തിക്കുന്നത് സെക്രട്ടറിയുടെ വിവേചനാധികാരം വഹിച്ചുകൊണ്ടാണെന്നാണ് നഗരസഭ നൽകിയിരിക്കുന്ന മറുപടി വ്യക്തമായിരുന്നു. ഈ വിവേചനാധികാരം തൃക്കാക്കര നഗരസഭ സെക്രട്ടറി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നഗരസഭയ്ക്ക് നഷ്ടം വരുത്തുന്ന രീതിയിലായിട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാടക കുടിശ്ശിക നിർത്തിക്കൊണ്ട് തന്നെ കടകൾ തുറന്നു പറയും. വാടക കുടിശ്ശികയുടെ പേരിൽ ഏതാനും മാസം മുൻപ് നഗരസഭ അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ പോലും കുടിശ്ശിക തീർക്കാതെ ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. തൃക്കാക്കര നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, NGO ഷോപ്പിംഗ് കോംപ്ലക്സ്, നഗരസഭ ഫിഷ് മാർക്കറ്റ് എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളാണ് ഇത്രയധികം പണം നഗരസഭയ്ക്ക് നൽകാനുള്ളത്. തൃക്കാക്കര നഗരസഭയിലെ UDF ഭരണസമിതിയും വാടക കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അനാസ്ഥ തുടരുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.